റിപ്പോർട്ടർ ഈവനിംഗ് ബ്രേക്കിംഗ് നൗ. തിരുവനന്തപുരം ജില്ലാ ജയിലിൽ തടവുകാരനെ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചിട്ടില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. മർദ്ദന പരാതി പൂർണ്ണമായും തള്ളുന്നതാണ് ജയിൽ ഡിഐജിയും സ്പെഷ്യൽ ബ്രാഞ്ചും തയ്യാറാക്കിയ റിപ്പോർട്ട്. ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടോ മുറിവോ ഇല്ലെന്നും രക്തസമ്മർദ്ദം കൂടിയതാകാം രക്തസ്രാവത്തിന് കാരണമെന്നും റിപ്പോർട്ടിലുണ്ട്. തിരുവനന്തപുരം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരനായ ബിജു കരുണാകരനെ പോലീസ് മർദ്ദിച്ചെന്നായിരുന്നു പരാതി. ഹരിമോഹൻ എത്തുന്നു വീണ്ടും. ഹരിമോഹൻ, തടവുകാരനെ മർദ്ദിച്ചെന്ന പരാതിയിൽ ഇപ്പോൾ വസ്തുതാന്വേഷണം നടത്തി പുറത്തുവരുന്ന റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ്? സുജിയ, റിപ്പോർട്ട് പൂർണ്ണമായിട്ടും ജയിൽ അധികൃതരെ സംരക്ഷിക്കുന്നത് തന്നെയാണ്. അതായത് ഈ മർദ്ദനം നടന്നു എന്നുള്ള പരാതി അല്ലെങ്കിൽ ആരോപണം പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ജയിൽ ഡിഐജി ദിനേശ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് ജയിൽ മേധാവിക്ക് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇയാൾ ഈ സംഭവത്തിൽ, അതായത് സഹപ്രവർത്തകയെ ആക്രമിച്ചു എന്നുള്ള കേസിൽ ഇയാളെ പ്രതി ചേർക്കുകയും പിന്നീട് അയാൾ ഒളിവിൽ പോവുകയും ചെയ്തിരുന്നു. ആ ഒളിവിൽ പോയ കാലത്ത് ഇയാൾക്ക് ഒരുപക്ഷെ മർദ്ദനമേറ്റിട്ടുണ്ടാവാം എന്നുള്ള സാധ്യത ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ ഒന്നും തന്നെ ശരീരത്തിൽ ഒരു തരത്തിലുള്ള പാടുകളോ മുറിവുകളോ ഇല്ല എന്നുള്ള കണ്ടെത്തൽ കൂടി ഉണ്ടായതോടുകൂടി രക്തസമ്മർദ്ദം കൂടി രക്തസ്രാവം ഉണ്ടായതാവാം, ആന്തരിക രക്തസ്രാവം ഉണ്ടായതാവാം എന്നുള്ള കാരണമാണ് ജയിൽ ഡിഐജിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് BP ഷൂട്ടപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം കൂടുന്ന സമയത്ത് ഇത്തരത്തിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാവാം എന്നുള്ള മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഒരു അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സ്ഥിരീകരണം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരമൊരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ജയിലിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. അതിനുശേഷം അവരുടെ മൊഴി, ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴിയടക്കം എടുക്കുന്നു. ആ മൊഴികളിലോ അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങളിലോ ഒന്നും തന്നെ ഈ മർദ്ദനം സാധൂകരിക്കുന്ന അല്ലെങ്കിൽ മർദ്ദനം ഉണ്ടായി എന്ന് പറയുന്ന തരത്തിൽ ഒരു തെളിവുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ജയിൽ ഡിഐജി പറയുന്നത്. ജയിൽ ഡിഐജി നേരിട്ട് ജില്ലാ ജയിലിൽ എത്തിക്കൊണ്ട് നടത്തിയ പരിശോധനയിലാണ് ഇത്തരം ഒരു കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും റിപ്പോർട്ട് സമർപ്പിച്ച സ്ഥിതിക്ക് ഇപ്പോൾ ഇതിൽ കൂടുതൽ നടപടികളിലേക്കോ അല്ലെങ്കിൽ ആ പരാതി സ്വീകരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കോ ഒന്നും തന്നെ എത്താനുള്ള സാധ്യത കാണുന്നില്ല. സുജയ. ഓക്കെ, താങ്ക് യു ഹരി.